വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളപ്പം ഈ ഫുട്ബോൾ സോറി അടച്ചിട്ട് പോറാണ് കളിക്കുമ്പോൾ നമ്മളപ്പോൾ ഇതില് എന്താ ഇത് നമ്മളൊരു നമ്മളെ കിക്ക് മാച്ച് കളിക്കുകയാണ്. നമ്മളൊരു നോക്കുവാണ് നല്ല പ്ലെയേഴ്സൊക്കെ ഉണ്ടോ. അപ്പം നമ്മൾ ജഡേജ ബോളേഴ്സൊക്കെ അത് മതി. ഓക്കെ, ഇല്ല സെറ്റ് ആയിട്ടാണ് ഇല്ല സെറ്റാണ്. ഞാൻ സഞ്ജു ഫസ്റ്റ് സൂര്യ ഇപ്പൊ സഞ്ജു ഫുള്ള് ഫോമിലല്ലേ. എത്ര സെഞ്ചുറി, 3 സെഞ്ചുറിയാണ്. 2 സെഞ്ചുറി അടുപ്പിച്ച്, 1 സെഞ്ചുറി 2 ഡക്ക് കഴിഞ്ഞിട്ട് സെറ്റല്ലേ പോയി അടിച്ചിറക്കി എത്തില്ല ആക്കിന്. പിന്നെ സഞ്ജു ഫസ്റ്റ് നമ്മൾ ഓസ്ട്രേലിയയുടെ ഇതിലെന്ന് കഴിയുമ്പോൾ അവന്മാരെന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐസ് ഓസ്ട്രേലിയ എന്താണെന്നും അറിയാൻ പറ്റില്ല. സൂര്യ ക്യാപ്റ്റൻ ഓഫ് കോഴ്സ് ബാക്ക് ടു ബാക്ക് വിക്ടറീസ് ആണ് നമുക്കുള്ളത്. സൂര്യന്റെ ക്യാപ്റ്റൻ ആർസി ഓസ്ട്രേലിയൻ്റെ നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പം അറിഞ്ഞ സമയം ടോസ് ആർക്കാം. നമുക്ക് ടോസ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യും? ബാറ്റിംഗ്. സ്കൈ ആൻഡ് സഞ്ജു ഓപ്പൺ. ഓക്കെ, അപ്പൊ നമ്മളുടെ ബ്രില്യൻറ്റ് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്സ് ആണ്. നമുക്ക് ഒരാൾ പോയാലും പിന്നെ ഒന്ന് കളിക്കാനുള്ളത് ഹർദിക്കാണ്. നമ്മളെ ഹർദിക് പാണ്ഡ്യ ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. ഹർദിക് പാണ്ഡ്യ വന്നിട്ട് 6 കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഇതൊക്കെ സീനാണ്. ഇനി മിച്ചൽ സ്റ്റാർക്കിനെ ഇത്തിരി പേടിയും. അവന്റെ യോർക്കറുള്ള ഇൻസ്വിംഗിങ് യോർക്കേഴ്സൊക്കെ നമ്മൾ പേടിക്കേണ്ട. അതുകൊണ്ട് നക്കിൾബോളൊക്കെ ഇടും. ഇവന്മാര് അങ്ങനത്തെ ഇത്തിരി പെശക് ടീമാണ്. പെശക്തി. സഞ്ജുവിന്റെ ബ്രില്യൻ 6ഓടെ നമ്മളെ 4ഓടെ ഇന്നിങ്സ് പറയാണ്ട് അറിയാം. ഓക്കെ, അപ്പൊ സെക്കൻഡ് ബോളിലോട്ട് പോകാൻ പോവാണ്. അപ്പം സെക്കൻഡ് ബോളിൽ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞു തുടങ്ങി. സെക്കൻഡ് ബോൾ നല്ല അടിച്ചാൽ മതിയായിരുന്നു. നോക്കാം അവൻ എങ്ങനത്തെ ബോളാണ് ഇടുന്നത് നമുക്ക് ആദ്യം അറിയണ്ടേ. സ്ട്രേറ്റ് ഡ്രൈവ് അടിക്കുക, പക്ഷെ അത് ഔട്ടും ആവുന്നില്ല. അയ്യോ, ഔട്ടായി. സഞ്ജു ഔട്ട്. 4 റണ്ണൊക്കെ എഴുതിയിരുന്നെങ്കിൽ സഞ്ജു ഔട്ടായി. സഞ്ജുവിന്റെ 200 സ്ട്രൈക്ക് റേറ്റ് സഞ്ജുവും പോയിരിക്കുന്നത്. 200 സ്ട്രൈക്ക് റേറ്റ് ഉള്ള നമ്മൾ സഞ്ജു പോയി. നമ്മൾ ഹർദിക് ഇറങ്ങി. ഹർദിക്കിന്റെ 6 മഴ. അയ്യോ, ഇനി പേടിയാവുന്നു. എന്റെ കാണിക്കുന്ന ഞാൻ പതിയെ പറഞ്ഞിട്ടോ ശരിയാണ്. നീ എന്തറാ അടിക്കാതെ വിട്ടെന്നാവല്ലേ നീ. ഈ മാച്ച് ചിലപ്പോ നമ്മൾ തോന്നും, പക്ഷെ അടുത്ത മാച്ച് നമുക്ക് പിടിക്കുന്നു. ഇത്രയുള്ളൂ. 4ാമത്തെ ബോളിൽ 4. ഇതേപോലെ ജോലിയാണ് നെക്സ്റ്റ്. അത് കഴിഞ്ഞാൽ ഔട്ടും ആയിരുന്നു. ഔട്ടായി എങ്ങനെ എന്ന് മാത്രം. അടുത്ത ഡോട്ട് ബോൾ. എന്താ കാണിക്കാൻ നീ? അടുത്ത ഓവർക്ക് സൂര്യ എന്താണ് കാണിക്കാൻ? അവ 8 റണ്ണാണ് എടുത്തവര്. 2 കൂടെ. സൂര്യന്റെ ഓവർ എടുക്കുന്നുണ്ട്. ചെറിയ ബോളുകൾ കൊടുക്കാൻ അടുത്ത ഓവർ എടുത്ത് എനിക്ക് ആവഞ്ഞൂടെ കഴിഞ്ഞു. ഇങ്ങനെ ആഡ് വരുമ്പോ നമ്മൾ ഓവർ പറയുന്നതോറും വലിയ ആഡ് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഫസ്റ്റ് ഓവർ നമുക്ക് 9 റൺ മാത്രം. മിച്ചൽ മാർഷ് സെക്കൻഡ് ഓവർ. 4 അടിച്ചല്ല. അത് മതി. ഇനി കൊടുക്കാൻ പാടില്ല. സൂര്യ കൊടുത്താ നമ്മൾ തീർന്നു. സൂര്യക്ക് 1 റണ്ണിക്കടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ 1 റണ്ണ് നമുക്ക് എത്രയോ റണ്ണ് മിസ്സാണെന്ന് അറിയാമോ? ആ 1 റണ്ണ്.
അങ്ങനെ നമ്മൾ ഹർദിക് പാണ്ഡ്യയും ഔട്ട്. ചെറുക്കൻ കൊള്ളത്തില്ല, ഹർദിക്ക് കൊള്ളത്തില്ല ഗൈസ്. ഹർദിക്ക് അങ്ങനെ ഔട്ടായി പോയിട്ടുണ്ട്. എന്താ സിക്സ് അടിക്കാൻ നോക്കി, അവന് സിക്സ് അടിക്കാന്ന് പറഞ്ഞത് എന്നിട്ട് സിക്സ് അടിക്കാൻ ബാക്കിലോട്ട് സിക്സ് അടിച്ചേക്കുന്നു. എന്താടാ കാണിച്ചത് നീ ഹർദിക്ക്? വെറുതെ ഔട്ട് ആയി പോയി. പാട്രിക് കമ്മിൻസ് ആണ് ക്യാച്ച് ചെയ്തത്. 150 സ്ട്രൈക്ക് റേറ്റേ ഉള്ളൂ. അങ്ങനെ ഹർദിക്കും വഴിയില്ല. സൂര്യക്ക് ഒരു ബോൾ പോലും കിട്ടാതെ പോയി. എന്ത് ചെയ്യാൻ? നമ്മൾ തോറ്റിക്ക് ഈ മാച്ച് തോറ്റി. ഇനി ഉള്ളതിന് നമുക്ക് അടിക്കാൻ ദിനേശ് കാർത്തിക് ഉണ്ട്. ഈവനിങ്ങിൽ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ തോറ്റി. ദിനേശ് കാർത്തികിന്റെ അടിയിൽ എനിക്ക് അറിഞ്ഞൂടാ. അവ അടിച്ചത് ചേർന്ന് കേട്ടാണ്ടതാണ്. എടാ ഫാന് സിക്സ് അടിക്കുന്ന ഒരു സിക്സ് പോലും അടിച്ചിട്ടില്ല ഈ മാച്ച് നമ്മള്. ലെങ്ത് ബോൾ ഇട്ടോ അടുത്ത്, അതിലവൻ വീണു. ഓക്കെ സിക്സ്. ദിനേശ് കാർത്തിക് അവനെ സിക്സ്. ബ്രില്യന്റ് പ്ലെയർ. അങ്ങനെ നമ്മൾ ദിനേശ് കാർത്തിക് തിരിച്ച് കളിയിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ സംശയം. ഹീസ് പ്ലേയിങ് ഫോർ us. വാട്ട് എ സിക്സർ. സൂര്യ അടിക്കുന്ന അതേ സിക്സർ ഇവിടെ ദിനേശ് കാർത്തിക് അടിക്കുന്നു. അടുത്ത ബോൾ വരും. അടുത്ത ബോൾ എന്ത് ചെയ്യും ദിനേശ് കാർത്തിക്? പിന്നെയും ഒരു സിക്സർ. ദിനേശ് കാർത്തിക് വാട്ട് എ ഫോം പ്ലെയർ. ദിനേശ് കാർത്തിക് ഫോമിലായതുകൊണ്ട് ഇന്ത്യ ചിലപ്പോൾ ജയിക്കാം എന്നായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ ഇനി അടുത്ത ബോളിൽ ഇത് ഔട്ടായാൽ എന്ത് ചെയ്യും? വാട്ട് വിൽ ഹാപ്പൻ? അതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മൾ ദിനേശ് കാർത്തികിനെ അടിക്കാൻ പോവാണ്. നമ്മൾ ആ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബോളാണ് ദിനേശ് കാർത്തികിനെ അടിക്കാൻ പോവാം. സിക്സർ. ദിനേശ് കാർത്തിക്. What a comeback after that both wickets. എന്താണ് സൂര്യ അപ്പുറത്ത് വായി നോക്കി നിൽക്കുന്നു. അപ്പം ദിനേശ് കാർത്തിക് വന്നിട്ട് 4 സൂപ്പർ. അവർക്ക് ജയിക്കാൻ 36 റൺസ്. What will they do? അറിയാം. ഫസ്റ്റ് നമ്മൾ ബുംറയ്ക്ക് കൊടുക്കും. സെക്കൻഡ് ഓവർ നമ്മള് റവി ബിഷ്ണോയ്ക്ക് എടുക്കും. അവൻ ഇത്തിരി സ്പിൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചെയ്തോളൂ. എനിക്കവന് പേടിയില്ല. അവനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ള അവനാണ്. 5 വിക്കറ്റാണ്. ബാക്ക് ടു ബാക്ക് 5 വിക്കറ്റ്. ബുംറയും ചിലപ്പോഴൊക്കെ വിക്കറ്റ് എടുക്കാറുണ്ട്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഫസ്റ്റ് ബോൾ വിക്കറ്റ്. വാട്ട് എ സ്ട്രൈക്ക് ബുംറ. വാട്ട് എ സ്ട്രൈക്ക്. ഫസ്റ്റ് ബോൾ ഔട്ട്. ട്രാവിസ് ഹെഡ് തന്നെ ഔട്ടായിരിക്കുന്നു ഗൈസ്. ദിനേശ് കാർത്തിക് ഒക്കെ അവിടെ നോക്കി നിൽക്കുന്നു. വാവ്, ട്രാവിസ് ഹെഡ് ഔട്ട്. അത് വാട്ട് എ ക്യാച്ച് ആവശ്യം. ഓക്കെ ആ ക്യാച്ച് നിങ്ങൾ നോക്കി. ബ്രില്യന്റ് ക്യാച്ച്. മക്ഡർമോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. നമുക്കൊരു ലെങ്ത് ബോൾ ഇട്ട് കൊടുക്കാം. എന്ത് ചെയ്യാൻ എനിക്ക് അറിയാം. 1 run taken. 1 run taken guys. അപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. 1 run ആണ് ടേക്ക് ചെയ്തിരിക്കുന്നവന്മാര്. എന്ത് ചെയ്യാം? 1 run ആണ്. 1 run എടുത്തിട്ടുള്ളൂ. നമ്മ യോർക്കർ ഇട്ട് കൊടുത്ത അവര് ഫുൾ എടുക്കുന്നത്. അപ്പൊ നമുക്കിനി ഒരു വൈഡ് യോർക്കർ ഇട്ട് കൊടുക്കുന്നത്. ആൾക്കാരുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വൈഡ് യോർക്കർ ഇട്ട് കൊടുക്കുക. അയ്യോ അടുത്തോട്ടൊന്നും അടുത്ത വിക്കറ്റ്.
ക്രിയേറ്റിവിറ്റി ഉള്ള ബോറായി നമ്മള് എന്ത് വൈഡ് ബോൾ ഇട്ട് കൊടുത്ത് വൈഡ് യോർക്കറ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് ആ വൈഡിൽ പോയി അടിച്ചേക്കുന്നത് പോട്ടെ ആ വൈഡിൽ പോയി ബാക്കിലോട്ട് ഇട്ടിരിക്കുന്നു അവിടെ സൂര്യ തന്നെയുള്ള നിൽപ്പുണ്ടായിരുന്നു ക്യാച്ച് വാട്ട് എ ഫീൽഡ് സൂര്യ തന്നെ വന്നു പിടിച്ചത് ഈ മിച്ചൽ മാഷ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ കൈയിട്ട് പോയ കഴിയുന്നാണ് ഞാൻ കരുതിയത് ബിക്കോസ് ഫസ്റ്റ് നമ്മളെന്ത് ആ ഓവർ 9 എത്രയായിരുന്നു അവര് ഓവറടിച്ചു ആ മറ്റേ അത് 9 എത്രയായിരുന്നു 9/1 ആയിരുന്നു ഫസ്റ്റ് ഓവർ അപ്പൊ സെക്കൻഡ് ഓവർ വന്നിട്ട് എന്ത് ഒരു ബ്രില്യൻ തിരിച്ചു വരുവിനി വന്നപ്പോ എന്തോ നിങ്ങളൊന്നും വിക്കറ്റ് ആയാലേ ഇല്ല മിച്ചൽ മാർച്ച് വിട്ടു കൊടുക്കൂല 7 റൺ അവർക്ക് ഇനി ജയിക്കണമെങ്കിൽ വേണ്ടത് 29 റണ്ണാണ് നമ്മൾ 26 റൺ ഒരു ഓവറിനെടുത്ത് അറിയോ ഇതാണ് പറയുന്നത് നമ്മള് ദിനേശ് കാർത്തികിനെ അതുകൊണ്ടാണ് അവിടെ വച്ചത് ഏഴെങ്കിൽ വന്നിട്ട് ദിനേശ് കാർത്തിക് അടിച്ചേർക്കട്ടെ നമ്മളെ സ്പിന്നറായി നമ്മളെ വിഷ്ണു ഇവനും കൂടി ഇനി നമ്മളെ ഫീൽഡ് സെറ്റും കൂടെ ഒന്ന് മാറ്റണം ഡിഫൻസിന്റെ ഫീൽഡ് സെറ്റ് ഡിഫെൻഡിങ് ആണ് പവർ പ്ലേ കഴിഞ്ഞു പവർ പ്ലേസിനാണ് 7 നമ്മളും പവർ പ്ലേയിൽ വരും ബാഡായിരുന്നു പവർ പ്ലേയിൽ അടിച്ചു അവ അടിച്ചു കേട്ടോ പവർ പ്ലേയിൽ അവൻ അടിച്ചു തുടങ്ങി അങ്ങനെ അവ അടിച്ചതോടെ അവന്മാര് ഇനി അടിക്കാൻ തുടങ്ങും ഇല്ല അവന്മാർക്ക് പിന്നെ ഒരു അവസരം കൊടുത്തുകൂടാ അതുകൊണ്ട് നമുക്ക് മിച്ചലിലോട്ട് പിന്നെ വരുമ്പോ എത്തിക്കാം മിച്ചലായി 2 ബോളിനാണ് ഉത്തരം എഴുതിയിരിക്കുന്നത് നമ്മളെ ഈ മാൻ ഓഫ് ദ മാച്ച് ആരാവുമെന്ന് ഇപ്പഴേ ഇനി മനസ്സിലായി കഴിഞ്ഞു നമ്മളെ ദിനേശ് കാർത്തിക് എല്ലാവർക്കും അറിയാം അമ്മ 1 റൺ ഇട്ട് കളിക്കുക നമ്മള് ജയിച്ചിട്ടായി 4 ബോളിൽ അവൻ ഇനി എടുക്കേണ്ടത് എത്ര 4 ബോളിൽ എത്ര ഇനി അവന് 20 റൺ എടുക്കണം 4 ബോളിൽ 21 റൺ എടുക്കണം 3 ബോൾ 21 അവര് ജയിക്കൂല ഞാൻ ജയിച്ചു കഴിഞ്ഞു ഇത് കിട്ടല്ല നേതൃത്വത്തിനനുസരിച്ച് പറഞ്ഞത് ഈ 2 ബോളിലാർക്ക് 20 റൺ അടിച്ചു പോയ ഫുള്ള് പോയി എന്ത് ചെയ്യാനാണ് ജയിക്കാൻ പോയപ്പോഴത്തേക്ക് അമ്മമാര് എന്നെ എടുത്ത് കളഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് ലൈഫ് ഇപ്പം വരുന്ന കരിക്കണ്ട ഞാൻ ബാറ്റിലോട്ട് അങ്ങനെ ഞാൻ മാറ്റിലോട്ട് തിരിച്ചു വന്നു എന്ത് ചെയ്യാനാണ് അവന്മാർ എന്നെ അടിച്ച് വെളിയിൽ കളഞ്ഞു ഞാൻ ഇനി അടുത്ത് പോയിട്ട് അവന്മാർ പേയ്മെന്റ് കൊടുക്കാം ബിസിനസ് ടേണിലൂടെ അവന്മാർ എന്തായാലും ചെയ്താക്കിയതാ ഒരു വിക്കറ്റിന് വേണം എന്തായാലും 1 വിക്കറ്റും കൂടെ വേണം അത്യാവശ്യം അവന്മാർ 1 വിക്കറ്റും കൂടെ വേണം ഇനി 1 വിക്കറ്റ് മതി 1 വിക്കറ്റ് 2 എണ്ണം 1 വിക്കറ്റ് മതി 2 ബോൾ 2 വിക്കറ്റ് ആയാലും 1 വിക്കറ്റ് സൂപ്പറായിരിക്കും ബോൾഡ് ഔട്ട് അല്ല ബോൾഡ് ഔട്ട് ഞാൻ ബുംറേനെ വെച്ച് കുറെ പ്രശ്നം എന്തോ മിസ്റ്റേക്ക് പറ്റി കേട്ടാ ബിഷ്ണിൻ നമ്മള് 56 അല്ല നമുക്ക് 29 കാണിക്കുന്നത് ഇത്ര നേരം കറക്റ്റ് ആയിരുന്നു വരുൺ ചക്രവർത്തിൻ്റെതാണ് അല്ലേ അങ്ങനെ തോന്നുന്നു എനിക്കറിഞ്ഞൂടാ
അങ്ങോട്ട് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കണം. അങ്ങനെ ഫസ്റ്റ് ഗെയിം ജയിച്ച അങ്ങനെ നമ്മള് വീഡിയോ നമ്മൾ നിർത്തുന്നു. ഓക്കെ, നമുക്ക് മാൻ ഓഫ് ദി മാച്ച്. മാൻ ഓഫ് ദി മാച്ച് ബൂംറയാണ്. ബൂംറ നമ്മള് തിരിച്ച് കയ്യിലോട്ട് കണ്ടത് നമ്മളെ ബൂംറയാണ് നമ്മളെ മാൻ ഓഫ് ദി മാച്ച്. ഓക്കെ, അപ്പൊ നമ്മള് വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, ബൈ.